എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇല്ല, ഞാൻ പാർക്കിലെത്തി. ഇനി നീ ഇറങ്ങി എപ്പ എത്താനാ? എങ്കിൽ നീ നാളെ ജിമ്മിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ നാളെ ജോയിൻ ചെയ്യും. ഓക്കെ മോളെ, ശരി. എന്ത് പണിയാണ് അവള് കാണിച്ചത്? പോരടിച്ച് മനുഷ്യൻ ചത്തു. ഞാനൊരു കമ്പനി വരട്ടെ? ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേക്കാലോ. എന്താ ഇപ്പൊ സാജന് വേണ്ടേ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ? അയ്യടാ, ഒരു സുന്ദരൻ വന്നിരിക്കുന്നു. ആയിക്കോ, എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്ന കേട്ടിട്ട് മാത്രമേ പോവാവൂ, പ്ലീസ്. ശരി, വളച്ചുകെട്ടില്ലാതെ ഒരു പാരഗ്രാഫിൽ നിർത്തണം. പെട്ടെന്ന് അവിടെ എനിക്ക് പോണം. ഓക്കെ, താങ്ക്സ്. ഇവളെ പറയാം, പക്ഷെ ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്തത് നമ്മൾ പഴയതുപോലെ സ്നേഹത്തിലാവണമെങ്കിൽ ആ പാരഗ്രാഫ് അത്ര പാക്ട് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടണ്ടേ? അപ്പൊ ശരി, കിട്ടിട്ട് എനിക്കൊരു മെയിലോ മെസ്സേജോ എനിക്ക് അയച്ചാൽ മതി. സൗകര്യം പോലെ വായിച്ചു ഞാൻ പറഞ്ഞോളാം. അയ്യേ, അത് നേരം പോക്കിന് വായിക്കാനുള്ളതല്ല. അതിന് വേറെ ടിൻഡു പോയിന്റ് ജോക്സും ലവ് ടിപ്സും ഒക്കെ ഞാൻ അയച്ചു തരാം. ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത്? അല്ല, പറയാനുള്ളത് അതെന്താണെങ്കിലും അത് നമ്മൾ പഴയ പോലെ ആവാൻ വേണ്ടിട്ടാണെങ്കിൽ അത് വേണ്ട. മോൻ വെറുതെ അതിനായിട്ട് വേർക്കണ്ട. ഞാൻ അങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലടി കാളി. അത് കണ്ടോ, സ്നേഹബന്ധ വികാരം തൊട്ടറിയത്തവർ കരുതും ഇത് കണ്ടിൽ പൊടി പോയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ചങ്കിൽ വെള്ളടി വെട്ടിയതാണെന്നുള്ള സത്യം എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കേട്ടോളൂ, പാറുവിന് കഞ്ഞി കൊണ്ടു തന്ന ആ ദിവസം മുതൽ വീട്ടിൽ എന്ന് കഞ്ഞി ഉണ്ടാക്കിയാലും പാറുവിന് മമ്മി ഓർക്കും. അറിയോ? ഓഹോ, അപ്പൊ ഞാൻ കഞ്ഞിയാണെന്നാണല്ലേ? പാറുവിന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം മമ്മി എന്നും ചോദിക്കും, പാറുവിന് പനിയാണോ എന്തോ എന്ന്. അല്ലാതെ പാറു വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇത് പറയാനാണ് ഇത്ര നേരം ചുറ്റിപ്പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് പറയുന്നത് ശരിയാ, നിന്റെ ഡയലോഗ് ഫുൾ ലാഗാണ്. അവര് മാത്രമേ പറയൂ എന്റെ ഡയലോഗ് ലാഗാന്ന്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഡയലോഗ് ഇറക്കുമ്പോ ആരാ നോക്കുന്ന ഡയലോഗിന് ലാഗ് ഉണ്ടോ ഇല്ലയോ എന്ന്? പറ. ചുമ്മാ നീ പറഞ്ഞോണ്ടിരിക്കുന്ന കേൾക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോണു. എന്നാ ചെല്ലടി, പോയി ചമന്തിപ്പട സീരിയലാണ്. എന്നിട്ട് അതിലെ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് തല്ലു പിടിക്കാം. ഏറ്റോടി എന്നോട് ഞാൻ പറഞ്ഞല്ലോ. ഹലോ, കുടിച്ചോളൂ. താങ്ക് യു. പോട്ടെ സാറാ. നീ എവിടെ പോന്നു? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞതാ. എന്റെ കാര്യോ? എന്ത്? അല്ല, ഇവര് കോഫി ഷോപ്പിൽ വെച്ച് നിന്നെ ജെട്ടിന്ന് പറഞ്ഞ് കളിയാക്കിയതേ. അത് പിന്നെ ഓർമ്മിപ്പിക്കലേ പാറു, ഞാൻ ഒരുവിധം മറന്നു വരുമായിരുന്നു. അയ്യോ, അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വല്ല വിഷമവും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെന്ന് വെച്ച് പറഞ്ഞ. ഹേയ്, ജെട്ടിയുടെ കേസല്ലേ, അതങ്ങനെ നമ്മള് മറക്കത്തില്ല. അല്ലേ ജെട്ടി? അല്ല സാറാ. മതി, എല്ലാരും കൂടി ഇനി അത് പറഞ്ഞ അവളെ കളിയാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസ്തുത വാക്കിന് പകരം ഉപയോഗിക്കേണ്ട വാക്ക്. ഇനി അത് പറഞ്ഞാൽ മതി എല്ലാവരും. എന്തായിരുന്നു? പാട്ട് പാടുകന്നല്ലേ? അതെ. അതെന്താ നിങ്ങൾ ആരും എന്താ കോഫി കുടിക്കാത്തെ? എന്താടാ, മര്യാദ കുടിക്കാൻ പാടില്ല. എന്നാ നീ ഒന്ന് മര്യാദ കുടിച്ച് കാണിക്കോ. ആനന്ദാ, ഇതാ കണ്ടോ. എന്താടാ ടോണി, എന്തു പറ്റി? എന്ത് പറ്റാൻ, നീയാണല്ലേ കോഫി ഉണ്ടാക്കിയത്? അതെ. എന്താ? ഞാൻ ആ സത്യം മനസ്സിലാക്കിയിരുന്നില്ല. എന്താ എല്ലാവർക്കും എന്താ പറ്റിയത്? റോയ്, ഒന്നുമില്ല. എടാ, കാപ്പി കുടിക്കടാ എല്ലാരും. കഴിയില്ല റോയ്ച്ച, എനിക്കതിന് കഴിയില്ല. എനിക്ക് കഴിയുമെങ്കിൽ ഈ കാപ്പി കപ്പ് എന്നിൽ നിന്ന് മാറ്റണമേ. കുടിക്കാൻ കള്ള ടച്ചിങ്സ്. എങ്കിലും എന്റെ ഹിതമല്ല, റോയിച്ചെന്റെ തീരുമാനം തന്നെ. വേണ്ടായിരുന്നു മോളെ, ഇത് വേണ്ടായിരുന്നു. പാറു, നിന്റെ കോഫി എവിടെ? എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല, തീർന്നു പോയി. ഭാഗ്യവതി, ഇത് കുറച്ച് വേണം.
അയ്യേ എനിക്ക് വേണ്ട നീ കുടിച്ചത്. ഓ ചീറ്റിപ്പോയി. മോളെ ഇനിയും തുറന്നു പറയാതിരിക്കാൻ വയ്യ. ദയവ് ചെയ്ത് ആ കിച്ചന്റെ പരിസരത്ത് പോരുത്. കോഫി അത്രയ്ക്ക് കുഴപ്പമാണോ? ആണോന്നാ? ഇവർക്ക് വല്ല സംഭവിച്ചെന്നെങ്കിൽ കളി മാറിയേനെ. ഓഹോ, നമ്മൾ തമാശ പറയായിരുന്നു അല്ലേ? ആനന്ദേ, എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. എങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാം. റോയിച്ച ഇത് കണ്ടോ? അതിനവര് കോഡ് ഭാഷ അല്ലേ ഉപയോഗിച്ചത്. എനിക്കിനി കാപ്പി കുടിക്കാൻ വയ്യ. അതെ, ഇത് അതിന്റെ കോഡാണെന്ന് പറഞ്ഞ് ഓർക്കുമ്പം മറ്റേത് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. എല്ലാം നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയാൻ പറ്റൂന്ന് പറഞ്ഞ കഷ്ടാ കുട്ടി. എന്നാ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള കാര്യം പറയാം. എന്താണിതേ പറയട്ടെ? എനിക്കറിയാം, മറ്റേ കാര്യമല്ലേ? പറയട്ടെ. ചോണുണ്ടെങ്കിൽ പറടി. ആനന്ദ് നിന്നോട് കടുത്ത പ്രേമോ? എന്താ മതിയോ? അല്ല വിശദീകരിക്കണോ? ആനന്ദ് പണി പാളി. അയ്യോ. ഈ കോഫി ഒന്ന് കുടിച്ച് ചത്താ മതിയായിരുന്നു. ഓ അവള് പറഞ്ഞതിന് ഞാനെന്ത് വിളിച്ചു? സോറി, എൻ്റെ കൈ വഴിച്ചു. സോറി. എണ്ണം മറക്കണ്ട. 4.